നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 31 ഞായറാഴ്ചയാണ്. ഒരു നല്ല ദിനം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനം കൂടിയാണെന്ന്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ തിരക്കിന് ദിവസം കൂടിയാണ്. കാരണം നാളെ സ്കൂൾ തുറക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളുടെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ രക്ഷിതാക്കളൊക്കെ ഇന്ന് ഒട്ടം ഓടുന്ന ഒരു ദിനം കൂടിയാണ്. അങ്ങനെ ആ രീതിയിലുള്ള തിരക്കുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളൊക്കെ ഇന്ന് വിവിധ വിഷയങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ്. വിശദമായി നമുക്ക് ആ വാർത്തകളിലേക്കെല്ലാം വരാം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനിടെ ഇ.ഡി. സംഘത്തെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് തുടരുകയാണ്. ഇതുവരെ 25 പേരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പിടിയിലായ മുൻ ആറ്റുകാൽ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ 6 പേരെ കൂടി ഇന്നലെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിറാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ അതിപ്പോഴും തുടരുകയാണ്. കാരണം കണ്ടാൽ അറിയാവുന്ന 300 പേരാണ് ഈ കേസിൽ പ്രതികളായി പ്രതിസ്ഥാനത്തുള്ളത്. അതിൽ 25 പേർ മാത്രമാണ് ഇപ്പോൾ പിടിയിലായത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അവരെല്ലാം റിമാൻഡിലുമാണ്. എന്താണ് നിലവിലെ ഈ കേസിന്റെ സ്ഥിതി? ഒപ്പം ജാമ്യാപേക്ഷ അത് ഏത് രീതിയിലാണ് പ്രതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അമൃത, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ അറസ്റ്റ് ഇപ്പോൾ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിൽ മൊത്തം ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 25ആണ്. 300 കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് FIR ഇട്ട് കേസെടുത്തതെങ്കിലും നിലവിൽ അറസ്റ്റിലായത് 25 പേരാണ്. ഇതിൽ പ്രമുഖരായ തലസ്ഥാനത്തെ CPM നേതാക്കളടക്കമുണ്ട്. ഇതിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ആറ്റുകാൽ മുൻ കൗൺസിലറായിരുന്ന ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള 6 പേരെ കൂടി കോടതി റിമാൻഡിൽ വിട്ടതോടെ മൊത്തം 25 പേരാണ് ഇപ്പോൾ റിമാൻഡിലുള്ളതും. ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ആയുധങ്ങളും അതോടൊപ്പം തന്നെ കല്ലും ഉപയോഗിച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, വധിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര കുറ്റകൃത്യമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളതും. അതോടൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിച്ചു 3 ലക്ഷം രൂപയുടെ വരെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള PDPP ആക്ട് അടക്കം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് സംഭവത്തിലെ കേസിലെ ആദ്യ 5 പ്രതികൾ ഇന്നലെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയത്. എന്നാൽ ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളയുകയായിരുന്നു. തള്ളിക്കളഞ്ഞുവെന്ന് മാത്രമല്ല, കോടതിയിൽ ഇവരുടെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റകൃത്യങ്ങളെ ശരിവെക്കും വിധമാണ് കോടതിയുടെ പരാമർശങ്ങൾ ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കോടതി പ്രധാനമായും ഇവർക്കെതിരെ നടത്തിയ പരാമർശം 4 കാര്യങ്ങളാണ്. അതിലൊന്ന് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായത് ഒരു യാദർച്ഛികമായ ആക്രമണമായിരുന്നില്ല, അത് ഗൂഢാലോചന ആസൂത്രിതമായ ആക്രമണമായിരുന്നു. ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി നടത്തിയ ആക്രമണമായിരുന്നു എന്നുള്ളതിന് പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുണ്ട് എന്നാണ് കോടതിയുടെ വിഷയത്തിലെ വിലയിരുത്തലായിരുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിനെതിരായ ആക്രമണമാണിതെന്നും രാജ്യത്തിനെതിരായ ആക്രമണമാണെന്നും രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കെതിരായ ആക്രമണമാണെന്നുമായിരുന്നു കോടതി ഗൗരവപൂർവ്വം ഈ വിഷയത്തെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ആക്രമണത്തിനിരയായ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ അവർക്ക് നീതി കിട്ടാൻ കോടതി നിലകൊള്ളുമെന്നും അവർക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾക്കെതിരെ കോടതിക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല എന്നും അടക്കമുള്ള ഗൗരവപൂർവമായ വിമർശനങ്ങളും പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേസിൽ അന്ന് ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന പ്രതികൾ പ്രധാനമായും കോടതിയിൽ അവരുടെ പ്രതിഭാഗം വാദിച്ചിട്ടുണ്ടായിരുന്നത് PDPP ആക്ട് പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കുറ്റം തങ്ങൾക്കെതിരെ ചുമത്താനാകില്ല. കാരണം ഇ.ഡി. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചത് അത് സ്വകാര്യ കാറുകളിലായിരുന്നു. അത് സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളായിരുന്നില്ല എന്നാണ്. എന്നാൽ കോടതി പറയുന്നത് അത് വാടക കാറുകളാണ് നശിപ്പിച്ചതെങ്കിൽ പോലും അത് PDPP ആക്ടിന്റെ കീഴിൽ തന്നെ വരുമെന്നും പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ പ്രതികൾക്കെതിരെ നിലനിൽക്കുമെന്നുള്ള എല്ലാ തരത്തിലും പോലീസ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ കോടതി ശരിവെച്ചുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 6 പ്രതികളെ വീണ്ടും കോടതി ജൂൺ 12 വരെ റിമാൻഡിലയക്കുന്നു. അത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളോട് യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യവുമില്ലാത്ത നടപടികളാണ് ഇപ്പോൾ തുടരുന്നത്. ഏതായാലും സംഭവത്തിൽ 25 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പ്രതികളുടെ അറസ്റ്റും റിമാൻഡും ഇനിയും പ്രതീക്ഷിക്കാം. പ്രജിൻ, അമൃത. ശരി, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. അജ്മൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ 25 പേരാണ് പിടിയിലായിരിക്കുന്നത്. പക്ഷേ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇ.ഡിയുടെ നീക്കങ്ങൾ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ വീട്ടിൽ നടത്തിയ ഇ.ഡി റെയ്ഡിൽ
പിടിച്ചെടുത്ത രേഖകളിൽ വിശദമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെ സ്രോതസ്സുകളാണ് ED ഇപ്പോൾ അന്വേഷിക്കുന്നത്. 242 അക്കൗണ്ടുകളിലായി 18 കോടിയോളം രൂപയാണ് ED മരവിപ്പിച്ചത്. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ നാളെ പരിഗണിക്കും. ഹർജി പരിഗണിച്ച ശേഷം വീണ ടിക്ക് നോട്ടീസ് അയക്കുന്നതിൽ തീരുമാനമുണ്ടാകും. കൊച്ചിയിൽ നിന്ന് ലാൽ കൃഷ്ണയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ലാൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ വഴികളിലേക്ക് ED കടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നാളെ EDക്കും ഒപ്പം CMRLനും ടി വീണയ്ക്കുമൊക്കെ നിർണായക ദിനമാണ്. നാളെ CMRLന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ് കോടതി ഇതിൽ എടുക്കുന്ന തീരുമാനം? അത് നിർണായകമാണ് ഈ മൂന്ന് കക്ഷികൾക്കും ഇതുമായി ബന്ധപ്പെട്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? CMRLന്റെ ഹർജിയെ ശക്തമായി എതിർക്കും ED എന്നാണ് നേരത്തെ ലഭിച്ച വിവരങ്ങൾ. പ്രജിം പറഞ്ഞ പോലെ തന്നെ ഗുഡ് മോർണിംഗ്. നേരത്തെ പ്രജിം പറഞ്ഞ പോലെ തന്നെ വളരെ 3 പേർക്കും വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. കേരള രാഷ്ട്രീയത്തിൽ പോലും അത് ഏത് നീക്കങ്ങൾ ഉണ്ടാക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ എന്ന് പറയുന്നത്. ഡിവിഷൻ ബെഞ്ചിലാണ് നിലവിൽ CMRL ഈ ഹർജിയുമായി പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കേസിൽ SFIയുടെ അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് EDയുടെ സമാന്തര അന്വേഷണം നടക്കുന്നത്. അത് ശരിയായ നീക്കങ്ങളല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് CMRL ഓൾറെഡി ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും എന്ന കാര്യം കോടതി അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്ന നിർണായക വിവരങ്ങൾ അത് മുദ്രവച്ച കവറിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നീക്കത്തെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശമാണ് നിലവിലുള്ളത്. മാത്രമല്ല ശശിധരൻ കർത്തയുടേത് എന്ന് കണ്ടെത്തിയ ഒരു ഡയറി കൂടിയുണ്ട്. ആ ഡയറിയിൽ പോലും വളരെ നിർണായകമായ പല വിവരങ്ങളും EDക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് EDയുടെ സ്രോതസ്സുകൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ED ഈ നീക്കത്തെ എതിർക്കാൻ ശ്രമിക്കുക. അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നൊരു ഉറപ്പുകൂടി EDയുടെ വൃത്തങ്ങൾക്കുണ്ട്. ഇതിന് പുറമെയാണ് വീണയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. വീണയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണം അത് ഏത് സ്രോതസ്സുകൾ വഴി എങ്ങനെ എന്തിനെ എത്തി എന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി വിശദമായി ചോദ്യം ചെയ്യേണ്ട അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രാഥമികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടയിൽ തന്നെ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്തയെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നിർണായക വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന കാര്യം കൂടി ED പറയുന്നുണ്ട്. ആ കാര്യങ്ങളടക്കം പ്രാഥമികമായിട്ടാണെങ്കിലും കോടതിയെ ബോധിപ്പിച്ച് അനുകൂലമായൊരു വിധി സമ്പാദിക്കാനുള്ളതാണ് EDയുടെ നീക്കങ്ങൾ. നേരത്തെ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി മൂലമാണ് EDയുടെ അന്വേഷണം ഇത്രയും താമസമുണ്ടായത്. അതിനുശേഷം കോടതിയുടെ അനുകൂല റിപ്പോർട്ട് വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് ED 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തി നിർണായകമായ പല രേഖകളും പിടിച്ചെടുക്കുകയും കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശശിധരൻ കർത്തയുടെ കൈവശമുണ്ടായിരുന്ന അദ്ദേഹത്തിന് കൈപ്പടയിൽ എഴുതിയ ഡയറി എന്ന് പറയുന്നത്. അതിൽ നിന്നും ഉള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ED മുദ്ര വച്ച കവറിൽ ഡോക്യുമെന്റ്സുകൾ ഹൈക്കോടതി സമർപ്പിക്കുക. ഇനി കാലാവസ്ഥ കൂടി അറിയേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരും എന്നാണ് മറ്റൊരു സാധ്യതയായി കാലാവസ്ഥാ പ്രവചനമുള്ളത്. അജ്മൽ ദിറാർ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. ദിറാർ, ഇനിയിപ്പോൾ കാലവർഷത്തിന്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ മഴ ശക്തമായി സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നു. ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്? മറ്റു വിശദാംശങ്ങൾ. പ്രജിൻ, സംസ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ കാലവർഷം എത്തിയിട്ടില്ല എങ്കിലും വേനൽ മഴ ഇത്തവണ നന്നായിട്ട് സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ തിരുവനന്തപുരത്തടക്കം വൈകിട്ട് മുതൽ ഇന്നിപ്പോൾ രാവിലെ അടക്കം ശക്തമായ മഴ തെക്കൻ കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും കാലവർഷം 5 ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നേരത്തെ ഈ മാസം 26ഓടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിപ്പോഴും വൈകുകയാണ്. ഏതായാലും 5 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ്. ഈ ജില്ലകളിൽ നിലവിൽ മഞ്ഞ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മത്സ്യബന്ധനത്തിനും ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. 35 മുതൽ 45 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥ
കാലാവസ്ഥയ്ക്കും മോശം അന്തരീക്ഷത്തിനും സാഹചര്യമുള്ളതിനാൽ സാധ്യതയുള്ളതിനാൽ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ അടുത്ത 3 മണിക്കൂർ ഇപ്പോൾ ഈ വേനൽ മഴ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്ത 3 മണിക്കൂറിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുണ്ട്. ഏതായാലും വേനൽ മഴ ശക്തമായി തുടരുന്നു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ അലർട്ട് നിലനിൽക്കുന്നു. 5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നുകൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രജിന അമൃത. ശരി, ഏതായാലും കാലവർഷം എത്തിയിട്ടില്ല, ഇപ്പോൾ തന്നെ വേനൽമഴ അതിശക്തമായി തുടരുകയാണ്. ഏതായാലും മുന്നറിയിപ്പുകൾ പാലിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനുമായുള്ള സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. സംഘർഷത്തിന്റെ ആദ്യ ദിവസത്തേക്കാൾ യുദ്ധസന്നാഹം ഇതിനായി സജ്ജമാണെന്നും പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. അതിനിടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും നടത്തിപ്പും സ്വന്തമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നാണ് മറ്റു റിപ്പോർട്ടുകൾ. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മെറിൻ, ഈ സമാധാന ചർച്ചകൾ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകളുടെ പ്രത്യേകത, ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് ഈ മുന്നറിയിപ്പുകളും വെല്ലുവിളികളും തുടരുകയും ചെയ്തു. അത് കുറേ കാലങ്ങളായി, കുറേ ആഴ്ചകളായി, മാസങ്ങളായി കാണുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറയുന്നു ചർച്ചകളൊക്കെ വഴിമുട്ടി ഒരു തീരുമാനമാവുന്നില്ല എങ്കിൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ വലിയ യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്ന് അമേരിക്ക പറയുകയാണ്. എന്താണ് അത്തരത്തിലൊരു പ്രസ്താവനയ്ക്ക് പിന്നിലൊപ്പം ഇറാൻ ഇത്തരം നീക്കങ്ങളെ, മുന്നറിയിപ്പുകളെ ഏത് രീതിയിലാണ് കാണുന്നത്? ഗുഡ് മോർണിംഗ് അമൃത, പ്രജിൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ, ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൂടുതൽ യുദ്ധത്തിന്റെ വഴി തിരഞ്ഞെടുക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനായി ആദ്യഘട്ടത്തേക്കാൾ സൈന്യം സജ്ജമാണെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാൻ ഈ മുന്നറിയിപ്പുകളെ തള്ളുകയാണ്. ഹോർമൂസിന്റെ നിയന്ത്രണം നിയമപരമായി തന്നെ ആ കാര്യത്തിൽ നടത്തിപ്പും അതുപോലെ തന്നെ ഹോർമുസിന്റെ നിയന്ത്രണം നിയമമാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇതിനായി പാർലമെന്റിൽ കരട് ബില്ല് വോട്ടിനിട്ടേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്നലെയാണ് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഹോർമുസിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ IRGCയുടെ അനുമതി വാങ്ങണം, അവർ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമാണ് ഈ കപ്പലുകൾ സഞ്ചരിക്കാവൂ എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഇറാൻ തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ പോയ ഗാംബിയൻ പതാകയുള്ള കപ്പലിനെ ആക്രമിച്ചതായിട്ട് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്ത് സമാധാന ചർച്ചകൾ തുടരുമ്പോഴും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ അതിനെല്ലാം തള്ളിക്കളയുന്ന ഇറാന്റെ നിലപാടുകളുമാണ് ഈ ദിവസങ്ങളിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഇറാന്റെ നിലപാടെന്ന് പറയുന്നത് തുടർ ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് തന്നെ മരവിപ്പിച്ച 1200 കോടി ഡോളറിന്റെ ആസ്തികൾ വിട്ടു നൽകണമെന്നാണ് ഇറാന്റെ ആവശ്യം. മാത്രമല്ല ലെബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളാണ് പ്രധാനമായും. അതുപോലെ തന്നെ അമേരിക്കയുടെ നാവിക ഉപരോധം എന്ന് പറയുന്നത് നയതന്ത്ര ശ്രമങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് തന്നെയാണെന്നാണ് ഇപ്പോൾ ഇറാൻ വിമർശിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മൊജ്തബ ഖമനയുടെ ഉപദേഷ്ടാവാണ് ഇത്തരത്തിലുള്ള വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സമാധാന ശ്രമങ്ങൾ അകലെ എന്ന് തന്നെ പറയാൻ സാധിക്കും. സമാധാന ശ്രമങ്ങൾക്കിടയിലും ആക്രമണം അതുപോലെ തന്നെ മുന്നറിയിപ്പുകളെ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമൃത, പ്രജിൻ. ശരി, ലാവോസിലെ ഗുഹയിൽ കുടുങ്ങിയിരുന്ന 4 പേർ സ്വയം പുറത്തെത്തി. ഇന്നലെ ഒരാളെ രക്ഷാദൌത്യ സംഘം പുറത്തെത്തിച്ചതിനു പിന്നാലെ ഗുഹയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നീക്കുന്നതിൽ ദൌത്യസംഘം വിജയിച്ചിരുന്നു. ഗുഹയിൽ കുടുങ്ങിയ മറ്റ് 2 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. മെറിൻ, ലാവോസിലെ ഈ ദൗത്യം അത് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ 4 പേർ സ്വയം പുറത്തേക്ക് എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർക്ക് അവരുടെ പരിക്കുകളെ സംബന്ധിച്ചോ അവരുടെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം 2 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് ഏത് രീതിയിൽ നടക്കുന്നു? ഗുഡ് മോർണിംഗ് അമൃത ആൻഡ് പ്രജിൻ. ലാവോസിൽ നിന്ന് 11ാം ദിവസം ആശ്വാസകരമായ ഒരു വാർത്തയാണ് വരുന്നത്. ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയ 4 പേർ ഇപ്പോൾ സ്വയം പുറത്തെത്തിയിരുന്നു. ഇന്നലെയാണ് ദൗത്യസംഘം ഒരാളെ രക്ഷപ്പെടുത്തിയത്. അതിന് പിന്നാലെ ഗുഹയ്ക്കകത്തെ വെള്ളം പമ്പ് ചെയ്ത് കളയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 4 അംഗ സംഘം അവർ സ്വയം പുറത്തെത്തിയത്. എന്നാൽ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയ മറ്റ് 2 പേരെ കുറിച്ചുള്ള വിവരം ലഭ്യമല്ല. അവരെ കണ്ടെത്താനുണ്ടെന്ന് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ മാസം 17-നാണ് 7
ഏഴംഗ സംഘം സ്വർണ്ണഖനനത്തിനായി പോയ ഏഴംഗ സംഘം ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയത്. കനത്ത മഴയായിരുന്നു. അതേ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്നാണ് ഇവർ ഗുഹയ്ക്കകത്ത് കുടുങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ 11ാം ദിവസമാണ്. ഇപ്പോൾ 4 പേർ കൂടി പുറത്തെത്തിയിരിക്കുന്നത്. രക്ഷപ്പെട്ട ഒരാൾ വഴിയാണ് ഈ ഒരു സംഭവം പുറം ലോകം അറിയുന്നത്. ഗുഹയുടെ 800 അടി താഴ്ചയിലാണ് ഇവർ ഉണ്ടായിരുന്നത്. ഓക്സിജന്റെ ദൗർലഭ്യവും അതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡിന്റെ സാന്നിധ്യമെല്ലാം അതിജീവിച്ച് തന്നെയാണ് ഈ ഒരു സംഘം ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രഭാതത്തിൽ പറയാനുള്ളത്. പ്രജിൻ, അമൃത. മൃണി, അപകടവുമായി ബന്ധപ്പെട്ട് ഇവർ കുടുങ്ങാൻ ഇടയായ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ ദിവസങ്ങളെടുത്ത് രക്ഷാദൗത്യം മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും പല പ്രതിസന്ധികളും ഈ ദൗത്യസംഘത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിനിടയിലാണ് 4 പേർ സ്വയം പുറത്തേക്ക് എത്തിയത് എന്നത് ആശ്ചര്യപ്പെടുത്തുന്നുണ്ടല്ലോ. തീർച്ചയായും അത്ഭുതകരമായ ഒരു അതിജീവനം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഗുഹയുടെ 800 അടി താഴ്ചയിലാണ് ഈ ഒരു സംഘം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇത്രയും ദിവസം, ഒരു 11 ദിവസം അതിനകത്ത് അതിജീവിക്കുക എന്നത് ഒരു അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെ ഒരു കനത്ത വെല്ലുവിളി ഉയർത്തുന്ന രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. മഴയും അതുപോലെ തന്നെ ചെളി നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംഘം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റ് 2 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. 11ാം ദിവസം ലാവോസിൽ നിന്ന് ആശ്വാസത്തിന്റെ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരി. CBSE പുനർമൂല്യനിർണ്ണയ പോർട്ടലിന്റെ പേയ്മെന്റ് സംവിധാനത്തിൽ സൈബർ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. അപേക്ഷ നൽകാൻ ശ്രമിച്ച 50 വിദ്യാർത്ഥികളെ ഇത് ബാധിച്ചതായും സ്ഥിരീകരണം. സൈബർ ആക്രമണത്തിന്റെ ഭാഗമായാണ് അപേക്ഷ നൽകാനുള്ള ഫീസ് 68,000 രൂപയോളം കാണിച്ചത്. HDFC പേയ്മെന്റ് ഗേറ്റ്വേയുമായി സംയോജിപ്പിച്ച പോർട്ടലുമായി ബന്ധപ്പെട്ടതാണ് സൈബർ ആക്രമണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട പോർട്ടലുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സൈബർ ആക്രമണം ഉണ്ടായത് എന്നറിയാൻ കഴിയുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അർജുൻ, ഏറെ പഴികേട്ട ഒരു പിഴവാണ് CBSE പോർട്ടലിൽ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ സൈബർ സുരക്ഷ എന്നതൊരു വലിയ പ്രശ്നമായി വരികയാണ്. ആ പോർട്ടലിലെ സൈബർ സുരക്ഷ അത് ഭേദിച്ചാണ് സൈബർ ആക്രമണം ഉണ്ടായത് എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താണ് തുടർ നീക്കങ്ങൾ? ഈ IIT വിദഗ്ധരുടെയൊക്കെ തന്നെ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ എന്താണ്? ഒപ്പം നാളെ ഈ താൽക്കാലികമായി പൂട്ടിയ ഇതേ പോർട്ടൽ നാളെ തുറക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ സുഗമമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? അതിൽ വിവരങ്ങളുണ്ടോ? പ്രജിൻ, അമൃത, മെയ് 19-ാം തീയതി ഈ ഒരു പോർട്ടൽ തുടങ്ങിയപ്പോൾ തന്നെ, അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സൈബർ ആക്രമണം നേരിട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും CBSEയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. അതിലൂടെയാണ് ഈ സൈബർ ആക്രമണം നേരിട്ടപ്പോഴാണ് ഈ പറയുന്ന ഫീസ് അത് 1 രൂപയും അതുപോലെ തന്നെ 68,000 രൂപയും 69,000 രൂപയായി ചില വിദ്യാർത്ഥികൾ, ഏകദേശം 50ഓളം വിദ്യാർത്ഥികൾക്ക് കാണിച്ചത്. അത് മാത്രമല്ല HDFC ബാങ്കിന്റെ പേയ്മെന്റ് ഗേറ്റ്വേയുമായി ബന്ധിപ്പിച്ച ഈ പേയ്മെന്റ് പോർട്ടലിലാണ് ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം നേരിട്ടത് എന്നുള്ള കാര്യം കൂടി അധികാരികൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം, ഈ ഒരു ആക്രമണത്തെ മറികടക്കാൻ വേണ്ടി HDFC ബാങ്കിന്റെ ആ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ 4 ബാങ്കുകളുടെ, SBIയുടെയും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും ഉൾപ്പെടെ 4 ബാങ്കുകളുടെ വ്യത്യസ്ത പേയ്മെന്റ് ഗേറ്റ്വേ ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സൈബർ ആക്രമണം മെയ് 19-ാം തീയതി നടന്നതുകൊണ്ടാണ് നേരത്തെ തന്നെ തുറക്കാനിരുന്ന പോർട്ടലുകൾ പിന്നീട് 2-3 തവണ മാറ്റിവെച്ചത്. ആദ്യം മെയ് 28-ലേക്ക് മാറ്റിവെക്കുന്നു, പിന്നീട് മെയ് 29-ന് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് പിന്നീടും ഇത്തരത്തിൽ സൈബർ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായ സമയത്ത് നാളത്തേക്ക് ജൂൺ 1-ാം തീയതി തുറക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എല്ലാം തന്നെ പോയത്. നാളെ ഈ ഒരു പോർട്ടൽ ആരംഭിക്കുന്ന സമയത്ത്, വീണ്ടും തുറക്കുന്ന സമയത്ത് HDFC ബാങ്ക് ഗേറ്റ്വേക്ക് പകരം അവിടെ മറ്റ് 4 ബാങ്കിന്റെ ഗേറ്റ്വേ ആയിരിക്കും പേയ്മെന്റ് സംവിധാനത്തിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി സുരക്ഷാ ആശങ്കകളില്ലാതെ ഈ ഒരു പോർട്ടലിൽ അവരുടെ അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ടുള്ള, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സ്കാൻഡ് കോപ്പികൾ ഈ ഉത്തരക്കടലാസിന്റെ വാങ്ങിയിരുന്നു. അതിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അപേക്ഷകൾ പൂരിപ്പിക്കാനും അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ CBSEയും വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട് കൂടുതൽ പണം നൽകിയ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ റീഫണ്ടും നൽകുമെന്നുള്ള കാര്യം CBSEയും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ IIT മദ്രാസ്, IIT കാൺപൂർ, ഈ 2 സംഘങ്ങളിലെയും അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും എവിടെ നിന്നാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായത് എന്നുള്ള കാര്യം കണ്ടെത്താൻ. ഒപ്പം തന്നെ ഇത് സൈബർ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം പറയുമ്പോഴും അത് HDFCയുടെ ബാങ്കിംഗ് പോർട്ടൽ ഗേറ്റ്വേ
ബന്ധപ്പെട്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പോർട്ടലിൽ കയറി വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങളോ മറ്റു വിവരങ്ങളോ ചോർത്തിയെടുക്കാനായിട്ട് ഈ ഹാക്കർമാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും CBSE വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമാക്കി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CBSEക്ക് മുന്നിലുള്ളത്. പക്ഷേ വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും അത് ന്യായീകരിക്കാൻ സാധിക്കില്ല. അത് ഏത് തരത്തിൽ അന്വേഷണം നടത്തി അതിന്റെ പുറകിലുള്ളവരെ കണ്ടെത്തണം. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൂടി എടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ CBSEയും അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ, ഈ പേയ്മെന്റ് ഗേറ്റ്വേ പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ, അത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായ മറ്റൊരു പ്രശ്നം ഈ സ്കാനിങ്ങിലെ പിഴവ് കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ CBSEയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. ഇത് ഈ സാങ്കേതിക സഹായം അത് ഏൽപ്പിച്ച ഔട്ട്സോഴ്സിംഗ് ഏജൻസിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് CBSE രംഗത്തുന്നത്. ഒപ്പം തന്നെ വ്യാപകമായി ഉണ്ടായ മറ്റൊരു പരാതി ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ആ രീതി മാറ്റണം എന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ബോർഡ് തയ്യാറല്ല എന്നുകൂടി കഴിഞ്ഞ ദിവസം വന്ന പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ഈ OS-യുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാരോ CBSO പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ അതെല്ലാം തന്നെ എടുത്തു കളയണമെന്നുള്ള ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലായിരുന്നു അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം അത് തെരുവിലേക്കും ഇറങ്ങിയിരുന്നു. ഇന്നലെ CBSE ആസ്ഥാനത്തേക്ക് NSUI ഒരു വലിയൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോയത് നമുക്ക് കണ്ടതാണ്. സമാനമായിട്ടുള്ള പ്രതിഷേധം അടുത്ത ദിവസങ്ങളിലും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും NSUIയും അതുപോലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും നിലവിൽ ആലോചിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ചും ഈ CBSEക്ക് അകത്ത് തന്നെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് അതിനപ്പുറത്തേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത്തരത്തിൽ ഏജൻസിയെ ഏൽപ്പിക്കുന്നതും അതിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ഒരു ഭാഗത്ത് അവലോകനം ചെയ്യുന്ന സമയത്താണ് നേരത്തെ ഒരു സാധ്യതയെ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു സൈബർ ആക്രമണം അതും സ്ഥിരീകരിച്ച് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വരുന്നത്. അത്തരത്തിൽ ആകെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് CBSEയും അതുപോലെ തന്നെ CBSEയിലൂടെ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ ഓരോന്നായി നന്നാക്കുക, ഓരോന്നായി ശരിയാക്കി മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം തന്നെ ഈ OSMനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം വ്യക്തമാക്കുന്നുമുണ്ട്. കൊച്ചിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് പള്ളുരുത്തി സ്വദേശി ഷിജോയ്. സുഹൃത്ത് ജെൻസൺ പിടിയിലായിട്ടുണ്ട്. ലാൽ, അതിന്റെ കൂടി വിവരങ്ങൾ, ഈ എപ്പോഴാണ് ഈ സംഭവം നടന്നത്, വിശദാംശങ്ങൾ? പ്രജിൻ, ഇന്നലെ രാത്രി 10:30 കൂടിയിട്ടാണ് പള്ളുരുത്തി വേലി ഭാഗത്ത് CPMന്റെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പിൻഭാഗത്തായിട്ട് ഈ സംഭവം നടക്കുന്നത്. 10:30 കൂടി ഇരുവരും തമ്മിലുള്ള തർക്കം, അതായത് ബൈക്കിന്റെ താക്കോലിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അത് കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. പോലീസിനോട് അവിടെ നിന്ന് കിട്ടുന്ന കൂടുതൽ വിവരം അനുസരിച്ച് ഷിജോയ് എന്ന് പറയുന്ന യുവാവാണ് മരിച്ചത്. ഏകദേശം 27 വയസ്സിനടുത്ത് പ്രായമുള്ള യുവാവാണ്. ഇയാളുടെ കൂട്ടുകാരൻ തന്നെയാണ് പ്രതിയായിട്ടുള്ളത്. ഇയാൾ നിലവിൽ ജെൻസൺ എന്ന് പറയുന്ന ആളാണ്. തേവര പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്നലെ വൈകിട്ട് ഈ സംഭവം അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ, അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തുകയും ജെൻസനെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇരുവരും തമ്മിലുള്ള തർക്കം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ന് ബാക്കി കൂടുതൽ നടപടികളിലേക്ക് കിടക്കും. ഈ താക്കോലിനെ കുറിച്ചുള്ള വാക്കുതർക്കം മാത്രമാണോ കൊലപാതകത്തിന് കാരണമായത്? ഇരുവരും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്നീ കാര്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ജെൻസന്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റിലേക്ക് കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ പ്രഭാതത്തിൽ വാഹനാപകടങ്ങൾ പലയിടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്, മരണവും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോട്ടയം അടിച്ചിറയിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ആർപ്പൂക്കര വില്ലൂന്നി ആന്റണി സേവരാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. ടോബി, രാവിലെ അത്ര നല്ല വാർത്തയല്ല വരുന്നത്. ഇതെപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആരാണ് മരിച്ചത്? വില്ലൂന്നി സ്വദേശിയായിട്ടുള്ള ആന്റണി എന്ന വ്യക്തിയാണ് മരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടം നടക്കുന്നത് പുലർച്ചെ 2:30 MC റോഡിൽ വെച്ചായിരുന്നു, അടിച്ചിറ ഭാഗത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഇരുവശങ്ങളിൽ നിന്നും, അതായത് കോട്ടയത്ത് നിന്നും ഏറ്റുമാനൂർ ഭാഗത്ത് നിന്നും വന്ന കാറുകൾ തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് ഒരു ഫോർഡ് കാറും അതുപോലെ തന്നെ ഓൾട്ടോ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം തന്നെ പരിക്കേറ്റു. നാട്ടുകാരും അതുപോലെ തന്നെ സമീപത്തുണ്ടായിരുന്ന ചില കടക്കാരുമെല്ലാം ഓടി വന്നാണ് ഇവരെ പുറത്തെടുത്തത്. രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ തന്നെ ആന്റണി മരിച്ചിരുന്നതായിട്ടുള്ള
എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന 3 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രജിത ഗോകുൽ. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു അപകടത്തിന്റെ വാർത്ത തൃശ്ശൂരിൽ നിന്നാണ്. അവിടെ കാഞ്ഞാണിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. വടാനപ്പള്ളി സ്വദേശി പ്രണവ്, കരിന്തല സ്വദേശി അഭിമന്യു എന്നിവരാണ് മരിച്ചത്. 17ഉം 19ഉം വയസ്സുള്ളവരാണ് മരിച്ചത് എന്നുകൂടി അറിയുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ 6 പേർ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹി സാക്കേത് മെട്രോ സ്റ്റേഷന് സമീപത്തെ 5 നില കെട്ടിടമാണ് തകർന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഈ തകർന്ന കെട്ടിടത്തിൽ ഇപ്പോഴും ആളുകളുണ്ട്, 6 പേർ കൂടി കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ഏറെ ആശങ്കയിടയാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്താണ്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ നടക്കുകയല്ലേ? പ്രജിൻ, അമൃത, ഇന്നലെ രാത്രി 7:45 ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ആ സ്ഥലത്താണ്. സാക്കേത് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 100-200 മീറ്റർ മാത്രം മാറിയുള്ള ഒരു കെട്ടിട സമുച്ചയമാണ്. നമുക്ക് നേരെ കാണാം അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി സിവിൽ ഡിഫൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘങ്ങളുണ്ട്, NDRFന്റെയും സംഘങ്ങളുമുണ്ട്. ഏകദേശം 10 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു ഈ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ച ശേഷം. ഇപ്പോഴും 6 പേര് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അങ്ങനെയല്ല, അതിലധികം ആളുകൾ ഉണ്ടാകാം എന്നുള്ള കാര്യം പരിസരത്തുള്ള ആളുകൾ, ദൃക്സാക്ഷികളെല്ലാം തന്നെ ഇപ്പോൾ പറയുന്നുമുണ്ട്. ഇതുവരെ 9 പേരെ രക്ഷിച്ച്, അതായത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്, അവരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ എല്ലാം കൈയും കാലും എല്ലാം ഒടിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. അതായത് പരുക്കേറ്റ നിലയിൽ തന്നെയാണ് ഇവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ തകർന്നിരിക്കുന്ന ഒരു 5 നില കെട്ടിടമാണ്. ഈ 5 നില കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിലൊരു റെസ്റ്റോറന്റ് പോലെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒരുപാട് ആശ്രയിച്ചിരുന്ന ഒരു മെസ്സ് പ്രവർത്തിച്ചിരുന്നു. ആ മെസ്സിലേക്ക് ഇന്നലെ രാത്രി 7:45 അല്ലെങ്കിൽ 7:30 ഭക്ഷണം കഴിക്കാനായി നിരവധി വിദ്യാർത്ഥികൾ, ഇതിന് സമീപത്തെല്ലാം തന്നെ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രത്യേകിച്ചും MBBSന്റെ എല്ലാം തന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിരവധി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികൾ ഈ മെസ്സിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു. അതിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില വിദ്യാർത്ഥികളും ഈ പണം നൽകുന്ന വേളയിലെല്ലാം തന്നെ ഈ ഒരു അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. അവരടക്കം അപകടത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പരിസരത്ത് കൂടി നിൽക്കുന്നവർ പറയുന്നത്. അതായത് വിദ്യാർത്ഥികളടക്കം ഇപ്പോഴും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഏറ്റവും താഴത്തെ നിലയിലായിരുന്നു ഈ മെസ്സ് പ്രവർത്തിച്ചിരുന്നത്. ഈ മുകളിലത്തെ നിലകളിലെല്ലാം തന്നെ ആ കെട്ടിടം പൂർണ്ണമായിട്ടും ഈ റെസ്റ്റോറൻറ്റിന് മുകളിലേക്കൊക്കെ തന്നെയാണ് തകർന്നു വീണിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 3ാമത്തെ നിലയിൽ ചില അറ്റകുറ്റപ്പണികളും നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെയാണ് ഇപ്പോൾ വലിയ തോതിൽ ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് പരിസരവാസികൾ പറയുന്നത്. കാലപ്പഴക്കം, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾ, ഈ 2 കാര്യങ്ങളുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇപ്പോഴും ആളപായം എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ അപ്പോൾ പോലും ഇന്നലെ രാത്രി 7:45 കൂടി ഈ അപകടം ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് 9 പേരെ രക്ഷിച്ചു, ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള അപ്പുറത്തേക്ക് മറ്റ് ആളുകൾക്ക് എന്ത് സംഭവിച്ചു, ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളെ കാണാനില്ല, സുഹൃത്തുക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇവിടേക്ക് കൂടി നിൽക്കുന്ന, പ്രത്യേകിച്ചും ഇത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ഇവിടെ ഈ പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നടക്കം വിദ്യാർത്ഥികൾ ഇവിടേക്ക് വന്ന് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഭയ്യ, आपका नाम क्या है? आशुतोष कुमार। आपको जान पहचान वाला कोई अंदर फंसा हुआ है कुछ? मेरे दोस्त। कौन है? मेरा फ्रेंड है। फ्रेंड है वो? कल कब आया था यहाँ पे? कल मेरे साथ आया था 7 o'clock। वो खाना खाने के लिए? जी। वो अंदर ही फंस गया? अंदर फंस गया, मैं भी फंस गया था, मुझे फिर रेस्क्यू किया गया। अभी तक उसको रेस्क्यू नहीं किया गया, वो उसका पता नहीं अभी तक। ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കകത്ത് അകപ്പെട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. आप थोड़ा बता सकते हैं कि आपको कैसे बाहर निकल गया था? मुझे मतलब कुछ दो पुलिस वाले आए थे और साथ में कुछ 2-3 लोकल्स आए थे। तो मुझे जब कॉन्शियस में सेंस आया तो मैंने हेल्प चिल्लाया, मैंने अपने फ्रेंड्स के नाम कॉल किए, तो वहाँ से उन्होंने मुझे फाइंड आउट किया और मुझे फिर बाहर निकाला। कुछ आइडिया होगा कि कितना लोग अंदर अभी भी फंसा हुआ होगा? क्योंकि वो पुलिस बता रहे कि 5 या 6 लोग। 3 to 4 मिनिमम। पुलिस बता रहे आपके शायद उसके ज्यादा होगा या फिर उतना ही? ശരി. मे बी ज्यादा के ഇന്നലെ ज्यादा വൈകിട്ട് 7 മണിയോടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴും 6ഓളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും അപകട വാർത്തയിലേക്കാണ്. തൃശൂർ കാഞ്ഞാണിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം.
വാടാനപ്പള്ളി സ്വദേശി പ്രണവ്, കരിന്തല സ്വദേശി അഭിമന്യു എന്നിവരാണ് മരിച്ചത്. ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഇന്നലെ രാത്രി 11 മണിയോടെ ഉണ്ടായ ഒരു അപകടമാണ്. അതിലാണിപ്പോൾ 2 പേരുടെ മരണം സംഭവിച്ചതെന്ന വാർത്ത വരുന്നത്. വിവരങ്ങൾ എന്താണ്? ഈ പിക്കപ്പ് വാനിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 2 യുവാക്കളും വാടാനപ്പള്ളി സ്വദേശി പ്രണവ് 17 വയസ്സ്, കരിന്തല സ്വദേശി അഭിമന്യു 19 വയസ്സ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഈ 2 പേരും ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അമിത വേഗമായിരുന്നു ഈ ബൈക്കിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ബൈക്കിന് നിയന്ത്രണം നഷ്ടപ്പെട്ടത് എന്തായിരുന്നു കാരണമെന്നതിനെ കുറിച്ചൊന്നും വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദാരുണമായ സംഭവമാണ്. 2 യുവാക്കളാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ബൈക്ക് നിയന്ത്രണം വിട്ട് പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. ശരി, ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മൂന്നാറിലെ ടൂറിസം മേഖലയിൽ സമഗ്രമായ ഇടപെടൽ നടത്താൻ ടൂറിസം വകുപ്പ് സഞ്ചാരികൾക്ക് കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ സ്ഥാപിക്കും. മൂന്നാറിൽ നിരന്തരമായി ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ ഉയർന്നത്. ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച മൂന്നാറിന് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കളങ്കം സൃഷ്ടിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മൂന്നാറിലെ സമഗ്ര മേഖലയിൽ നിന്നുള്ള ആളുകൾ അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇപ്പം മൂന്നാറ് സംഭവിച്ചുള്ള ടാക്സി, ആട്ടോ, ജീപ്പ് ഡ്രൈവർമാർ പൊതുവെ ഞങ്ങൾ എല്ലാ ടൂറിസ്റ്റുകളും സ്വീകരിക്കാൻ എന്തോ ഒരു ഡ്രൈവറോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു നാട്ടുകാരൻ തെറ്റിച്ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ മൂന്നാറ് ടാക്സി ഡ്രൈവർമാരെയും മൂന്നാറ് ജീപ്പ്, ആട്ടോ ഇവിടുത്തെ നിവാസികളെയാണ് നിങ്ങൾ പറയുന്നത്. അത് ശരിയല്ല ഒട്ടും. മറ്റു പട്ടണങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു ബൈപ്പാസ് റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, ബൈപ്പാസ് റോഡ് ഉണ്ട്, ആ ബൈപ്പാസ് റോഡ് ഉപയോഗത്തിൽ വരുത്തുകയാണെങ്കിൽ, അല്പം വൈഡൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ മൂന്നാറിലെ ട്രാഫിക് ജാം 50% കുറയ്ക്കാനായിട്ട് സാധിക്കും. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഉറപ്പാക്കാമെന്ന് എല്ലാവരും പറഞ്ഞു. മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങളും ഒക്കെയായി ചർച്ച ചെയ്ത് ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടുണ്ട്. സർക്കാർ തലത്തിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള, തമിഴ്നാട് സർക്കാരുകൾ ഇടപെട്ട് കോർഡിനേഷൻ ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 24 ഇടുക്കി. അടുത്ത വർഷത്തെ വയനാട്ടുകുലവൻ തെയ്യം കെട്ടുത്സവത്തിനുള്ള നെല്ലൊരുക്കാൻ ഒരു നാടാകെ വയലിലേക്ക് ഇറങ്ങുകയാണ്. പ്രധാന ചടങ്ങായ കൂവമളക്കലിനുള്ള നെല്ലും അന്നദാനത്തിനുള്ള അരിയും കൂട്ടായ്മയുടെ കരുത്തിൽ വിളയും. ബാത്തൂർ ഭഗവതി ക്ഷേത്ര കഴകത്തിലെ പുടവടുക്കം ക്ലായ് വയനാട്ടുകുലവൻ തറവാട്ടിലെ ഉത്സവത്തിനായാണ് 5 ഏക്കർ വയലിൽ കൃഷിയൊരുങ്ങുന്നത്. വർഷങ്ങളായി തരിശായി കിടന്ന പാടത്തെ പച്ചപ്പണിയിക്കാനാണ് ഒരു നാടൊന്നാകെ രംഗത്തുള്ളത്. പുടവടുക്കം ക്ലായി വയനാട്ടുകുലവൻ ദേവസ്ഥാനം ഭാരവാഹികളും നാട്ടുകാരും കൂട്ടായ്മയുടെ കരുത്തിൽ നിലമൊരുക്കി വിത്തിട്ടു. കോടോമ്പേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TB ജയചന്ദ്രൻ ആദ്യ വിത്തിറക്കി. ദേവസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന 5 ഏക്കർ വയലിൽ ഇനി നെല്ല് വിളയും. തെയ്യംകെട്ട് മഹോത്സവത്തിനാവശ്യമായ മുഴുവൻ അരിയും ഉൽപ്പാദിപ്പിക്കും. കുലവൻ ദേവസ്ഥാനത്തിൻ്റെ വകയായി ഏകദേശം 5 ഏക്കറോളം നെൽകൃഷി നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വിഷമയമല്ലാത്ത ഭക്ഷണം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശമുള്ളത്. അതേപോലെ പച്ചക്കറികളും ഞങ്ങൾക്ക് നട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അതാത് സമയത്ത് വേണ്ടുന്ന തരത്തിൽ തീരുമാനമെടുത്ത് ഈ കമ്മിറ്റി നിർവഹിക്കുന്നതായിരിക്കും. ഇനിയുള്ള കാലം ഈ വയലുകളിൽ കതിരറ്റ് പോകാതിരിക്കുക എന്ന ലക്ഷ്യവും ആഘോഷ കമ്മിറ്റിക്കുണ്ട്. പഞ്ചായത്ത് കൃഷിഭവനാണ് ആവശ്യമായ നെൽവിത്ത് നൽകിയത്. കാസർഗോഡ്. ഇതോടെ ന്യൂസ് ബ്രേക്സിന് സമയം പൂർത്തിയാവുകയാണ്.